അംഗീകരിച്ചിട്ടാണ് അവിടെ ചേർത്തുകയെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വർഗീയത ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കോപ്രായങ്ങളിട്ട് ചെല്ലരുത് ഒരു മാതാപിതാക്കളും. അത് ഏത് മതസ്ഥരായാലും ചെല്ലരുത്. അല്ലെങ്കിൽ നിങ്ങളെ മക്കളവിടെ ചേർക്കാതിരിക്കുക. അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും സ്റ്റിൽ നൗ ദർ ഇസ് നോ കംപ്ലൈന്റ് ഫ്രം പേരൻസ്. ാണ് കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ആ ഒരു യൂണിഫോമില്. അപ്പോൾ പാരന്റിനെ വിളിപ്പിച്ചു. സംസാരിക്കുമ്പോൾ പാരന്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരന്റ്. നിങ്ങൾ ആദ്യം ആ വേഷം അയച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ പഠിപ്പിക്കുക. നിങ്ങളെ സ്കൂളിലേക്കുള്ള യൂണിഫോം ആ കുട്ടി ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി തലയിൽ തട്ടിടുന്നതിന് എന്താ പ്രശ്നം? ഒരു സ്കൂളിൽ അല്ലെങ്കിൽ അതിന് ഏത് സ്ഥാപനമാവട്ടെ, അതിൽ പൊട്ട് തൊടുന്നവൻക്കും തലയിൽ തട്ടമിടുന്നവർക്കും കൊന്ത തൂക്കിയിടുന്നവർക്കും അത് പാടില്ല എന്ന് പറയാൻ ഒരു മാനേജ്മെൻറ്റിനും പറ്റില്ല. നിങ്ങൾ സ്കൂളുകളിൽ സ്കൂളത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുക, മതത്തെ കൊണ്ടുവരില്ലേ. അത് ഏത് മതക്കാരായിക്കോട്ടെ. ഒരു മുസ്ലിമിൻ്റെ സ്കൂളാണെങ്കിലും ഹിന്ദുവിൻ്റെ സ്കൂളാണെങ്കിലും അവിടെ ഹിന്ദു ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികൾക്കുള്ളത് ഒരു അവകാശം നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ യൂണിഫോം ഇടുന്നില്ലേ, അതിന് നിങ്ങൾ പരാതി പറയാം. സ്കൂളുകൾ എന്ന് പറയുന്നതിലേക്ക് മതം പഠിപ്പിക്കാൻ നിങ്ങളെ മക്കളെ വിടണ്ട. നിങ്ങൾ മതം പഠിപ്പിക്കുകയും വേണ്ട. സ്കൂളുകളിൽ വിദ്യാഭ്യാസം കൊടുക്കട്ടെ. എന്തിനാണ് ഈ മതം കലർത്തിക്കൊണ്ടിരുന്നത്? ഏത് മതക്കാരായിക്കോട്ടെ, ഈ മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, ആരാവട്ടെ. ഇനിയിപ്പോൾ ഒരു സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കാനുള്ള സംവിധാനം, ഹിന്ദുക്കൾക്കുള്ള സംവിധാനം, ക്രിസ്ത്യാനികൾക്ക് സംവിധാനം ഒരുക്കട്ടെ. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് ചേർക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്കൊരു അവിടുത്തെ നിയമം വെച്ചിട്ടുള്ള സംഗതി തരും. അതിൽ അവർ തട്ടമിടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടീനെ അവിടെ ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കുട്ടികൾ അവിടെ തട്ടിടാൻ പാടില്ല. കുറച്ച് മാസങ്ങൾ പഠിച്ചതിന് ശേഷം ചെന്ന് കണ്ട് എൻ്റെ മകൾ തട്ടിട്ടിട്ടേ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് TC മേടിച്ച് പോകേണ്ടി വരും. കാരണം ഇതെല്ലാം പറഞ്ഞിട്ടാണല്ലോ നിങ്ങളെ കുട്ടീനെ അവിടെ ചേർത്തുന്നത്. അല്ലാതെ എത്രയോ സ്കൂളുകളില്ലേ, ഗവൺമെൻറ് സ്കൂളുകളില്ലേ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനൊരു മതത്തിൻ്റെ മാത്രമായിട്ടുള്ള സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മതത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അംഗീകരിക്കുന്ന മതത്തിന് കൊടുക്കുക. അപ്പോൾ മുസ്ലിമുകൾക്കാണ് തട്ടൊരാളെ കൊടുക്കുക, ഹിന്ദുക്കൾക്കാണെങ്കിൽ കുറി തൊടാൻ, അതേപോലെ തന്നെ ശബരിമലക്ക് പോകുന്ന ടൈമിൽ അവരുടേതായിട്ടുള്ള ആ കറുത്ത വേഷം ധരിക്കാൻ അവർക്ക് അധികാരം കൊടുക്കുക. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ കൊന്ത ധരിക്കാനുള്ള അവകാശം കൊടുക്കുക. പിന്നെ ഈ ക്രിസ്ത്യൻ ടീച്ചർമാരും എല്ലാവരും കന്യാസ്ത്രീകളും അവിടെ ഈ മുണ്ട് ധരിച്ചിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. അവർ ഫുള്ള് മറിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. പിന്നെ എല്ലാ സ്കൂളുകൾക്കും, അതിന് പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ് ആവട്ടെ ഏത് സ്കൂളുകളായാലും വേണ്ടില്ല, ആറ് പേരുള്ള സ്കൂളുകളായാലും വേണ്ടില്ല, അവിടെയുള്ള ടീച്ചർമാർക്കും അതിൻ്റേതായ യൂണിഫോം വേണം. അങ്ങനെയാണെങ്കിൽ ഇതിലെ പ്രിൻസിപ്പളാണോ ടീച്ചറാണോ എന്നറിയില്ല, അവർ ഈ മാധ്യമങ്ങളെ കാണുന്ന സമയത്തെങ്കിലും അതൊന്ന് അയച്ചു വെച്ചിട്ട് വരണ്ടേ. അതൊക്കെ കിട്ടിയതിന് ശേഷം പറയാണ് ഈ കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ മുണ്ടിടാൻ പാടില്ല, ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ എല്ലാ അർത്ഥമുണ്ടോ? നിങ്ങൾക്കും എന്തോ ആവാം, മറ്റുള്ളവർക്ക് ആവാൻ പാടില്ല എന്നല്ല. നിങ്ങൾ ആ കുട്ടി യൂണിഫോം ഇടുന്നുണ്ടോ? ഓക്കെ. പിന്നീട് ആ കുട്ടി തലമ തട്ടിടുന്നതിന് എന്താ പ്രശ്നം? നിങ്ങളുടെ സ്കൂളിലുള്ള എത്ര കുട്ടികൾ അങ്ങനെ വരുന്നില്ലേ? കന്യാസ്ത്രീകൾ വരുന്നില്ലേ? നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ ഇപ്പം ഇനി മുസ്ലിങ്ങൾ പറയണേ ഞങ്ങളിതിൽ പഠിക്കുന്നത് ഞങ്ങൾ അബായും ബുർക്കൊക്കെ ധരിച്ചിട്ടേ വരൂ, മറ്റുള്ളവരും അതേമാതിരി വരാൻ പാടില്ല, അവരെ ആചാരമായിട്ട് പൊട്ടിട്ടിട്ടോ അല്ലെങ്കിൽ കൊണ്ടിട്ടോ വരാൻ പാടില്ല, അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ വേഷിട്ട് വരാൻ പാടില്ല എന്ന് അതിലൊന്നും അർത്ഥമില്ല. അത് മുസ്ലിമിൻ്റെ സ്കൂളുകളാണെങ്കിലും പാടില്ല. ഇനി ഹിന്ദുക്കളും ഇതിൽ അവർ സാമ്യവേഷം ധരിച്ചിട്ട് അവർക്ക് എപ്പോഴും വേണമെങ്കിൽ വരാം, മുസ്ലിങ്ങൾക്ക് അവർ യൂണിഫോം തട്ടിട്ട് വരാൻ പാടില്ല, അത് അവർക്കും പറയാൻ പാടില്ല. നിങ്ങൾ മതം പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മതപരമായിട്ടുള്ള സ്കൂളുകളാക്കിയിട്ട് പ്രഖ്യാപിച്ചിട്ട് പഠിപ്പിക്കുക. അവിടെ മതം മാത്രങ്ങൾ പഠിപ്പിച്ചാൽ മതി, സ്കൂൾ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കണ്ട. സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മതവും പറയാൻ പാടില്ല. മതത്തിനായിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അറബിക്കുണ്ട്, മലയാളത്തിനുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മതങ്ങളും ആ മതത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് മദ്രസയുള്ള മാതിരി, ക്രിസ്ത്യാനികൾക്ക് അതിൻ്റെ വെള്ളിയാഴ്ച കാര്യങ്ങളുള്ള മാതിരി എല്ലാ മതക്കാർക്കും ഒരു ദിവസം വെക്കണം, അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കുക. പിന്നെ അധ്യാപികമാർക്കില്ലാത്ത എന്ത് യൂണിഫോം സിസ്റ്റമാണ് കുട്ടികൾക്കുള്ളത്? ആ കുട്ടീൻ്റെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. തട്ടം, പൊട്ട്, കുറി, കൊന്ത എന്ന് പറയുന്നത് ഒരു മതവിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങൾക്കതൊരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വർഗീയതയാണ്. ഈ വീഡിയോയിൽ പറയുന്ന പ്രിൻസിപ്പൾ ഒന്നാം തരം ഹിജാബ് ധരിച്ചിട്ട് തട്ടമിട്ട കന്യാസ്ത്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം തട്ടമല്ല, ആ കുട്ടി മുസ്ലിമായതും ആ മുസ്ലിമായ കുട്ടി തട്ടിട്ടതും നിങ്ങളുടെ കുട്ടികൾ അത് കണ്ടിട്ട് മുസ്ലിം ആവുന്നുള്ള പേടിയാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, മതം പഠിപ്പിക്കുന്നിടത്ത് മതം പഠിപ്പിക്കുക, വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം കൊടുക്കുക. അതേ വിദ്യാഭ്യാസം ഒരു സ്കൂളിൽ എല്ലാ മതങ്ങളെ അംഗീകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവർക്കുള്ള അംഗീകാരം കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവർക്കുള്ള അംഗീകാരം കൊടുക്കണ്ട. ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ്റെ സ്കൂളുകളിൽ അവർക്കുള്ള എല്ലാ മാനദണ്ഡങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ആ മാനദണ്ഡം ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പഠിപ്പിക്കണ്ട. ഞാൻ ഫർദിട്ട് വരണം എന്നോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് മറിച്ച് വരണം എന്നല്ല പറയും. യൂണിഫോം ഇട്ടതിന് ശേഷം തലയിൽ തട്ടമിടുന്നതിന് അല്ലെങ്കിൽ യൂണിഫോം ഇട്ടതിന് ശേഷം കുറി തൊടുന്നതിന്
അല്ലെങ്കിൽ ശബരിമലക്ക് പോകുന്ന ടൈമിൽ അവർ ബ്ലാക്ക് വസ്ത്രം ധരിച്ച് വരുന്നതിന് എതിര് നിൽക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങൾ അംഗീകാരം കൊടുക്കണ്ട. പിന്നെ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഉള്ളതാണ് നിങ്ങളത് അംഗീകരിച്ചിട്ടാണ് അവിടെ ചേർത്തുകയെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വർഗീയത ഉണ്ടാക്കാൻ ഇങ്ങനത്തെ കോപ്രായങ്ങളിട്ട് ചെല്ലരുത്. ഒരു മാതാപിതാക്കളും, അത് ഏത് മതസ്ഥരായാലും ചെല്ലരുത്. അല്ലെങ്കിൽ നിങ്ങളെ മക്കളവിടെ ചേർക്കാതിരിക്കുക.